ഈ സിനിമയിലുള്ള ആളുകളെ പറ്റി ഒരുള്ള പൊതുബോധങ്ങളിലൊന്നാണ് ഈ ഒരു ലിവറിനൊരു അസുഖം വന്നാൽ ഇമീഡിയറ്റ് ആയിട്ട് പെട്ടെന്ന് എല്ലാവരും അത് മദ്യപിച്ചിട്ടാണ്, അല്ലെങ്കിൽ മദ്യപാനത്തിന്റെ ആധിക്യം എന്ന് വിചാരിക്കും. ഈ ഹനീഫ്ക്ക ഒരു തുള്ളി പോലും മദ്യപിക്കില്ലായിരുന്നു. എത്രയോ തവണകള് എത്രയോ പ്രാവശ്യങ്ങൾ, നൂറുകണക്കിന് പ്രാവശ്യം ഒരുമിച്ച് ഇരുന്നു. അത്ര ബന്ധമുള്ള ഫാദറിനോട് കൊടുത്ത ശബ്ദം. ഓ, അന്ന് കോളേജിൽ പഠിക്കുന്ന സമയത്താണ് സിനിമയിൽ അഭിനയിക്കാൻ വേണ്ടി പോകാൻ വേണ്ടി മദ്രാസിലേക്ക് പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഫാദർ അന്ന് സെൻട്രൽ ജമാഅത്ത് പള്ളി പ്രസിഡന്റൊക്കെയാണ്. ഭയങ്കര ഓർത്തഡോക്സ് ആയതുകൊണ്ട് സിനിമയ്ക്ക് പോകാൻ പറ്റില്ല ഒക്കെ പറഞ്ഞ് അവസാനം പുള്ളിയുടെ ഫാദറിൻ്റെ ഫ്രണ്ട്സൊക്കെ വന്ന് പറഞ്ഞിട്ടാണ് വിട്ടത്. അപ്പം ശബ്ദം ജയിച്ച് വെള്ളം അടിക്കില്ല എന്നുള്ള കാര്യം. ഇത് ഫാദറിനെ നമുക്ക് എല്ലാവർക്കും അത് തരും. പക്ഷെ ഹനീഫ്ക്ക് ഒരു പടി കൂടി കൂടുതലായിരുന്നു. അതെ. അപ്പൊ ഞാൻ എന്താണ് ചോദിച്ചത്, എന്താണ് കാരണം? എടാ, ചെറുപ്പത്തിൽ എന്റെ കാല് ഇങ്ങനെ ഇരിക്കുന്നു, ഇങ്ങനെ ഇരിക്കില്ല, കാല് ഇങ്ങനെ പോണ ഇങ്ങനെ ഇരുന്ന് ഈ പുള്ളിക്കാരൻ കടയിൽ പോയിട്ട് വന്നിട്ട് തിരുമിയാണ് നേരെയാക്കിയത്. ആ ഒരു മകൻ എന്നുള്ളതിലുപരി, അല്ലെങ്കിൽ പുള്ളി ജീവിതകാലം മുഴുവൻ ഹനീഫ്ക്ക സേതുന്റെ ഉള്ളിൽ കാപ്പി പിടിക്കാൻ കാശാന്ന് ഇങ്ങനെ അല്ലേ? അതിനെന്തെല്ലാം പരീക്ഷണങ്ങൾ പുള്ളി നടത്തിയേക്കണം. തിരുമ്മി അപ്പൊ എത്രയോ വട്ടം പുള്ളിനെ തിരുമ്മിയിട്ടുണ്ട്. പുള്ളി ഫാദറിന്റെ മുമ്പിൽ ഇരിക്കൂല. ഞാനൊക്കെ ഇരിക്കും, ഫാദറിന്റെ മുമ്പിൽ പുള്ളി ഇരിക്കില്ല. ഭയങ്കര റെസ്പെക്ട് ആണ് ഫാദറിന്. ഭയങ്കര ഹ്യൂമർ സെൻസ് അല്ലേ? ഭയങ്കര ഹ്യൂമർ സെൻസ് ആണ്. സിദ്ദിഖിന്റെ ഫാദറും, ഡയറക്ടർ സിദ്ദിഖിന്റെ ഫാദറും ഇസ്മായിൽ അണ്ണനും നമ്മുടെ ഫാദറും ഭയങ്കര ക്ലോസ് ഫ്രണ്ട്സാണ്. രണ്ടുപേരും ഭയങ്കര ഹ്യൂമർ സെൻസ്. ഇവര് രണ്ടുപേരും ഭയങ്കര ഹ്യൂമർ പറയാൻ. ഇവർ രണ്ടുപേരും ചിരിക്കൂല, നമ്മളിരുന്ന് ചിരിക്കും. ഭയങ്കര രസമായിട്ടുള്ള ക്യാരക്ടേഴ്സാണ് അവര്. ഹനീഫ്ക്കാക്ക് ഒരു തമാശ ഇങ്ങനെ അടുത്തോടി പോയാൽ മതി. നമ്മളൊരു കുഞ്ഞു തമാശ പറഞ്ഞു കഴിഞ്ഞാൽ പുള്ളി ഭയങ്കരമായിട്ട് ചിരിക്കും അല്ലേ? പിന്നെ അത് രാംജി റാവു സ്പീക്കിങ്ങിന്റെ പ്രിയൂ ഷോ മദ്രാസിൽ ഹനീഫിക്കും ഞാനൊക്കെ ഉണ്ടായിരുന്നു കാണാൻ. പുള്ളി ഭയങ്കര ചിരി, കോമഡി വന്നിട്ട് ഭയങ്കര ചിരി ചിരിച്ചിട്ട് ഇന്റർവെൽ ആയപ്പോ അപ്പച്ചമ്മന്ന് പറഞ്ഞ് ഇത് ഞങ്ങളെ കേൾപ്പിക്കാൻ വേണ്ടി ചിരിക്കണേണാന്ന് ചോദിച്ചു. സിദ്ദിഖ് ലാലൊക്കെ നിങ്ങളുടെ പരിചയക്കാരാണല്ലോ, അതുകൊണ്ടാണ്. പുള്ളി നിങ്ങൾ പുറത്തേക്ക് പോകും, എന്നിട്ട് ഞാൻ സിനിമ കാണുള്ളൂ എന്ന് പറഞ്ഞു. എന്നിട്ട് പുള്ളി പിടിച്ച് പുറത്താക്കിയിട്ട് സിനിമ പുള്ളി കിട്ടിയാൽ മതി കോമഡി. അതെ. പക്ഷെ എന്നാ ഭയങ്കര സീരിയസ് ആണ് ആള്. വീട്ടിലൊക്കെ ഭയങ്കര സീരിയസാ, എല്ലാ കാര്യങ്ങൾക്കും വളരെ പെർഫെക്റ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ. പക്ഷെ പുള്ളിക്ക് സ്റ്റേറ്റ് അവാർഡ് കിട്ടി മികച്ച സൂത്രധാരനെ. അപ്പോ അവിടെ ചെല്ലുമ്പോ ചെറിയ പാവാടയും ബ്ലൗസും ആ സ്റ്റേറ്റ് അവാർഡിന് തയ്ച്ചിട്ടേക്കണം. സത്യമാണോ അത്? അത് സത്യമാണ്, അത് എക്സാജറേഷൻ ആണ്. അത് കൈ നിന്നിട്ട് പറയുന്നതായിരിക്കും. സ്റ്റേറ്റ് അവാർഡിന്റെ അല്ല, വേറൊരു അവാർഡിന്റെ ഉണ്ടായിരുന്നു. അതൊരു പെണ്ണിങ്ങനെ കൈപൊക്കി ഫുൾ ന്യൂഡായിട്ടുള്ള. അപ്പൊ അനിഫിക്കാണ്ട് ഈ തലയിലിന്റെ ബാൻഡ് ഉണ്ടല്ലോ, അതെടുത്തിട്ട് സത്യമാണ്. അത്ര ശുദ്ധനാണ്. ആരെങ്കിലും വന്നാല് ഒരു പെണ്ണ് തുണില്ലാണ്ടിരിക്കണം, അത്രേ ഉള്ളൂ. എനിക്ക് തോന്നുന്നു കലായുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരു പരിപാടി നൗഷാദയ്ക്ക് ഉള്ളതുകൊണ്ടാണോ? അതെ, ഞാൻ അനീഫിക്കയുടെ എല്ലാ പടങ്ങളിലും ഞാൻ വർക്ക് ചെയ്യാൻ പോവായിരുന്നു. എല്ലാ ലൊക്കേഷനിലും നൗഷാദൊക്കെ ഉണ്ട്. എല്ലാ ലൊക്കേഷനിലും വരും അല്ലേ? അങ്ങനെയാണ് നമ്മ പരിചയം, അല്ലാണ്ട് വീട്ടിൽ വന്നിട്ടുള്ള പരിചയമല്ല. നൗഷാദ് ആ ലൊക്കേഷനിൽ വരും, അങ്ങനെ പരിചയപ്പെട്ട നൗഷാദിന. എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ അനീഫ്ക്ക ഉപയോഗിച്ചുകൊണ്ടിരുന്ന ടീഷർട്സ് അല്ലേ? ഒരു ടീഷർട്സ് ആണ് അതിങ്ങനെ ഈ ക്രോസ് ലൈൻ. അനീഫ്ക്കയുടെ പിന്നെ ഒരു പ്രത്യേകത എന്താ വെച്ചാല്, പണ്ട് ഇപ്പൊ ഞാനൊക്കെ സിനിമയിൽ വരുന്നതിന് മുമ്പ് ട്രിവാൻഡ്രം ബെൽറ്റ്, കൊച്ചി ബെൽറ്റ് എന്നൊരു സംഭവം ഉണ്ടായി. ഈ മമ്മൂക്ക, ജോഷി സാറ്, ഡെന്നീസ് ജോസഫ്, അങ്ങനെ അവിടെ പ്രിയൻ സാറ്, ലാലേട്ടൻ എന്നൊക്കെ പറയുന്ന പോലെ നമ്മളൊക്കെ കേട്ടിട്ടില്ലേ? പിന്നെ അപ്പൊ അത് ഭയങ്കര വളരെ ആരോഗ്യകരമായിട്ടുള്ള മത്സരമായിരുന്നു, അല്ലാണ്ട് വേറെ രീതിയിൽ. ഈ രണ്ട് ബെൽറ്റിലും ഉള്ള ഒരേ ഒരു നടൻ അനീഫ്ക്കായിരുന്നു. അനീഫ്ക്ക അവരുടെ പടത്തിലും ഉണ്ടാവും, ഈ പടത്തിലും ഉണ്ടാവും. അനീഫ്ക്ക ഞങ്ങളൊക്കെ ഇട്ട്, റാഫിക്ക്, ഞാൻ, സിദ്ദീഖണ്ണനൊക്കെ ഇട്ട് വളരെ വർഷത്തെ ബന്ധമുണ്ട്. പക്ഷെ ഒരിക്കൽ പോലും ഏതാണ് അടുത്ത പടം നമ്മൾക്ക് ക്യാരക്ടർ എല്ലാം ഉണ്ടോ എന്ന് ആരോടും ചോദിക്കില്ല. ഒരിക്കലും തമാശക്ക് പോലും പറയില്ല. വിളിച്ച സന്തോഷം,
വിളിച്ചില്ലെങ്കിൽ ഒരു കുഴപ്പമില്ല. അപ്പോൾ ഒരുപാട് ആളുകളുണ്ട് തമാശക്കെങ്കിലും വിളിച്ചിട്ട് നമുക്ക് അടുത്തതിൽ ഉടനെ അല്ലേ? കുറേ ആയല്ലോ, അങ്ങനത്തെ ഒരു സംഭവമേ ഇല്ല. പുള്ളിക്ക് വരും, എവിടെ പുള്ളിക്ക് വിളി വരും, വിളി വന്നാൽ പുള്ളി പോയിരിക്കും. അപ്പം നമ്മൾ വിളിച്ചാൽ രാവിലെ വന്ന് വർക്ക് ചെയ്ത് രാത്രി പോയിട്ട് നേരം വിളിക്കണവർ അവിടെ ഷൂട്ട് ചെയ്തിട്ട് രാവിലെ ഇവിടെ ഉണ്ടാവും. ഉറങ്ങാൻ അല്ലേ, വണ്ടി കയറി ഉറങ്ങും, സംസാരിച്ചോണ്ടിരിക്കുമ്പോൾ തന്നെ ഉറങ്ങിപ്പോവും. അത് ചിരിച്ചിട്ട് അങ്ങനെ ഇരുന്ന് കൂർക്കം വലിക്കും. ഇത്ര വ്യത്യാസം നിങ്ങൾ തമ്മിലുണ്ടെങ്കിലും ഉണ്ടായതുകൊണ്ട് ഒരു ഈ ചേട്ടൻ എന്ന് പറയുമ്പോൾ പല സന്ദർഭങ്ങളിലും ഒരു അച്ഛന്റെ സ്ഥാനം കൊണ്ട് എടുക്കുമല്ലോ. പല മൂത്ത ചേട്ടന്മാരും നമ്മളെ തീർച്ചയായിട്ടും. സ്ട്രിക്റ്റ് ആയിട്ട് വീട്ടിലെ മൊത്തം കാര്യങ്ങളിൽ ഇടപെടുക, നോക്കുക. കാരണം വീട്ടിലെ പ്രശ്നങ്ങൾ തീർക്കാനായിട്ട് എന്നെ ഏൽപ്പിക്കുള്ളൂ, പുള്ളി ഏൽക്കില്ല. ഓ, പുള്ളി അറിയും നീ അത് തീർത്തോളൂ, എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ പുള്ളി ഏറ്റ് അത് പുള്ളി പറഞ്ഞാൽ അത് ലാസ്റ്റ് വാക്കായിരിക്കും. അപ്പം അത് പാടില്ല, നീ സംസാരിച്ചിട്ട് അത് തീർത്തോളണമെന്ന് പറയും. എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടായാൽ തന്നെ ചെറിയ സാധാരണ വീട്ടുകാര്യങ്ങളിലുള്ള ഡിസിഷൻ discussion മേക്കിങ്ങില്. അപ്പൊ എന്നെ അത് ഏൽപ്പിക്കാറ്. അതുപോലെ ഞങ്ങൾ ഡെയിലി ഫോണിൽ സംസാരിച്ചിരിക്കും, ഒരു ദിവസം പോലും സംസാരിക്കാണ്ടിരിക്കില്ല. വയ്യ. അപ്പോൾ ഈ അനീഫ് ഒരു ദിവസം എന്നെ വിളിച്ചിട്ട് ഫോണിൽ സംസാരിച്ചിട്ടിരിക്കുക. അപ്പോൾ ഹരികൃഷ്ണൻസിന് ഞാൻ അഭിനയിക്കേണ്ടെന്ന് പറഞ്ഞു. ഞാനെന്താ അസിസ്റ്റന്റ് ഡയറക്ടറാണ്. അപ്പോൾ ഞാൻ ചോദിച്ചു ഏതാ റോള്? ജൂഹി ചൗളയുടെ പുറച്ചിറക്കുന്നത്. പുള്ളി തന്നെ അത് ആസ്വദിക്കുക. പുള്ളി അപ്പഴത്തില് ജൂഹി ചൗളയുടെ പുറച്ചിറക്കണം. കുഞ്ഞിക്കുട്ടനോ മറ്റോ ആണ് കഥാപാത്രത്തിന്റെ പേര്. ഇൻട്രസ്റ്റിംഗ് സാധനം ഇരുന്നത്. വില്ലനാണെന്ന് തോന്നിപ്പിക്കുന്ന രീതിയിലൊക്കെ. പിന്നെ വേഷപ്പകർച്ച ഉണ്ടല്ലോ, ചില തൊപ്പിയൊക്കെ ഇട്ട് നല്ല അല്ല, എല്ലാ കഥാപാത്രങ്ങള് എന്തെങ്കിലും മേക്കപ്പിൽ ചേഞ്ച് വരുത്തും. എന്തെങ്കിലും ഇവിടെ ഈ സാധനോ എന്തെങ്കിലുമൊക്കെ ആയിട്ട് പുള്ളി മേക്കപ്പിൽ ചേഞ്ച് വരുത്തും. അല്ല, ഈ നമ്മുടെ കാക്കക്കൂയിലെ ആ താക്കോൽ അവിടെ ഇരുന്നോട്ടെ എന്നൊക്കെ പറയുന്ന അത് എന്തൊരു ഗംഭീരനുണ്ടല്ലോ. അതിൽ ഈ ഓപ്പോസിറ്റ് ജഗദീഷ് ചേട്ടൻ പെർഫോം ചെയ്യുമ്പോഴാണെങ്കിലും ഇതിന് റിയാക്ഷൻ ഭയങ്കരമായിട്ട്, അതായത് ഇടയിൽ ഏതോ ഒരു പോയിന്റിൽ ഇത് കേറി ഒത്തുന്ന് തോന്നുമ്പം അതവിടെ ഫിക്സ് ചെയ്യുന്നുണ്ട് പുള്ളി. അത് ശരീരം കൊണ്ട് ലുക്ക് കൊണ്ട് ഓക്കെ അവിടെ ഫിക്സ് ചെയ്യുന്നുണ്ട്. എന്നിട്ടാണ് അവിടെ കിട്ടി പോന്നും പറഞ്ഞിട്ട് കളിക്കുന്ന കളിയിരിക്കുന്നല്ലേ. അതൊരു നടന്നുള്ള നിലയില് വേഴ്സറ്റൈലായിട്ട് പിടിക്കാത്ത പ്രദേശങ്ങളില്ല, കഥാപാത്രങ്ങളില്ല. അത്യാവശ്യം നല്ല ഡാൻസ് ചെയ്യുമല്ലോ. അത്യാവശ്യം നല്ല ഡാൻസ് ചെയ്യാൻ നല്ല രസമാണ് കാണാൻ. ഇഷ്ടമാണ്. അതുപോലെ അനീഫ്ക്കയുടെ ഒരു പ്രത്യേകത കോംബോയിൽ ഇപ്പൊ സലീമായിട്ടുള്ള കോംബോ എത്ര പടത്തിൽ നമ്മൾ കണ്ടു അല്ലേ. അതേപോലെ ഹരിശ്രീ അശോകൻ ചേട്ടനായിട്ടും ഒരു ഇത് മറ്റേ എന്താണ് മീശവാദവും വരുമ്പോൾ ജഗദീഷ് ചേട്ടനായിട്ടുള്ള ഏത് ആർട്ടിസ്റ്റിന്റെ അവരുടെ ഒപ്പം നിന്ന് കളിച്ച് ഈ കാണുമ്പം ഈ സലീമേട്ടന്റെ ഒക്കെ ബാച്ചായിട്ട് തോന്നും ചിലപ്പോ. സിനിമ കാണുമ്പോ ഒക്കെ എം എൻ നമ്പ്യാരൊക്കെ പോയിട്ട് അവിടെയൊക്കെ ഉണ്ടെങ്കിലും കരിമ്പന മൂർഖൻ ജയന്റെ കാലഘട്ടം അവിടെ തൊട്ടുണ്ടെങ്കിലും നമ്മളിങ്ങനെ വർത്തമാനം പറഞ്ഞാൽ പെട്ടെന്ന് വേണമെങ്കിൽ സലീമേട്ടന്റെ ഒരു ബാച്ചായിട്ട് നമുക്ക് തോന്നാം. അനീഫ്ക്ക നാടോട്ട് പോയതാണോ? ഇവിടെ മുങ്ങിയതല്ലേ ഹനീഫ്ക്കയോ? അഭിനയിക്കാൻ വേണ്ടിട്ട്. അഭിനയിക്കാൻ വേണ്ടിയല്ല, കൊടി കത്തിച്ച് കളഞ്ഞു പുള്ളി. മാർക്സിസ്റ്റ് പാർട്ടിയുടെ കൊടി കത്തിച്ച് കളഞ്ഞു അല്ലേ? കൊടി കത്തിച്ചല്ലേ? വിപ്ലവകാരിയായിരുന്നു. പിന്നെ അല്ലാണ്ട് കോളേജിൽ പഠിക്കുമ്പോഴാണ് തോന്നുന്നു അല്ലേ, ആൽബർട്സിൽ പഠിക്കാം. എസ് പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് അവിടെ തൊഴിലാളികൾ സമരം ചെയ്യുന്നതാണ്. അപ്പൊ എല്ലാ കടകളുടെ മുമ്പിലും കൊണ്ടുവന്ന് ചുവന്ന കൊടി ഇങ്ങനെ കുത്തിവെച്ചിട്ടുണ്ട്. അപ്പൊ മുതലാളിമാരൊക്കെ കൂടി ഒരു ഭാരവണ്ടിയിൽ കൊണ്ടുപോയി തൊഴിലാളികൾക്ക് എതിരായിട്ട് ചെയ്ത്. അപ്പോൾ അവർ സോഡാ കുപ്പി എറിഞ്ഞ് ഒരു കൈയൊക്കെ പിടി. അപ്പം നമ്മുടെ അളിയൻ്റെ കൈയൊക്കെ മുറിഞ്ഞ്. അനീഫിക്ക് സ്കൂട്ടറിൽ വരുമ്പോൾ കണ്ട സീൻ അതാണ്. പുള്ളി വേഗം അവിടുന്ന് കൊടികളൊക്കെ ഇങ്ങനെ വലിച്ചെടുത്ത് ഈ സിഗരറ്റ് കത്തിക്കാൻ ഉപയോഗിക്കുന്ന വിളക്കുണ്ടല്ലോ പണ്ട്, അതിൽ മണ്ണെണ്ണ കറുത്ത് വെച്ചിട്ട് കത്തിച്ച് കഴിഞ്ഞപ്പോഴാണ് അതിൻ്റെ സീരിയസ്നെസ് മനസ്സിലാകുന്നത്. ചോരച്ചെങ്കുടി കത്തിച്ചവരെ, കാപാലികരെ, ഗുണ്ടകളെ നിങ്ങളെ ഞങ്ങൾ എടുത്തോളാം, തട്ടിക്കളയാൻ ഓട്ടിട്ട് അനീഫിക്കാന മദ്രാസിലേക്ക് മാറ്റി. അന്ന് എം ലോറൻസ് ഉണ്ടായിരുന്നു. എം ലോറൻസ് ഇടപെട്ടിട്ടാണ് അത് കോംപ്രമൈസ് ആക്കിയത്. കുറേ വർഷങ്ങളെടുത്ത് കോംപ്രമൈസ് ആകാനായിട്ട്. പിന്നെ പുള്ളി മാക്സിസ്റ്റുകാരനായി. കൊച്ചിയിൽ മത്സരിക്കാൻ വേണ്ടി വന്നതാണ് മാർക്സിസ്റ്റ് പാർട്ടിക്ക് വേണ്ടിയിട്ട്. സ്ഥാനാർത്ഥിയാകാൻ പോയതാണ്. പിണറായി വിജയൻ വന്നിട്ട് സംസാരിച്ചു.
പിന്നെ എന്തോ ഒക്കെ പറഞ്ഞത് മിസ്സായി പോയി. ആ കൊച്ചു ഹനീഫ്ക്ക് അങ്ങനെ അതിനുള്ള പൊളിറ്റിക്സ് പരിപാടികൾ കേൾക്കലൊന്നുമില്ല. ചിരിച്ച് കളിച്ച് രസിച്ച് പോലെ അല്ലാതെ ഒരു ആരോപണം പരിപാടികളിലോട്ടൊന്നും നിൽക്കാൻ റെഡിയാവുന്ന ആളായിരുന്നു തോന്നുന്നില്ല. ഇരട്ട കുട്ടികളല്ലേ അതെ, ഇരട്ടക്കുട്ടി. ഹനീഫയ്ക്ക് മകള്? അവരൊക്കെ ഇപ്പം ഇപ്പൊ +2 കഴിഞ്ഞു. അവർ CAക്ക് വേണ്ടി ചേർന്നിരിക്കുകയാണ്. നന്നായിട്ട് പഠിക്കും. സഫേം മാർബേം. സഫീഹ് മാർവേ. മാറുവാന്ന് പറഞ്ഞപ്പോ നിങ്ങൾ എന്തോ ഒരു കമന്റിൽ അടിച്ച് ഓർമ്മ. ഇല്ല, ഞാനത് പറയാം. അപ്പൊ ഞാൻ അതായത് അനീഫ്ക്ക് പിള്ളേർക്ക് പേരിട്ട് സഫാ മാറുവാന്ന് പറഞ്ഞ 2 മലകളാ. അപ്പൊ സലീം എന്തോ ഒരു കമന്റ് പറഞ്ഞു. ഞാൻ ഉണ്ട് എന്റെ പ്രസക്തി. അപ്പൊ അനീഫ്ക പറഞ്ഞു, എന്താണ് അനീഫ്ക കൊച്ചുങ്ങളുടെ പേരെന്താന്ന് വെച്ചു. എടാ സാഫാ മർവ എന്നാണ് കുട്ടികളുടെ പേര്. 2 പെൺകുട്ടികൾ സാഫാ മർവ എന്നാണ്. ഭാഗ്യം 3 ഉണ്ടാവുന്നത്, അല്ലെങ്കിൽ 1000 ഗാതൊന്നും ഇട്ടേനെ. അത് ആ പാട്ടിലെ വരികൾ വെച്ചിട്ട് 1000 ഗാഥത്തിനകത്ത് സഫാമ അത് വെച്ചിട്ട് നമ്മളെ ഏതൊരു പടം ഷൂട്ടാണ് നമുക്ക് തോന്നണല്ലേ.